Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് പാസ്കൽസ് ലോ ആൻഡ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കാർ വർക്ക്ഷോപ്സിലൊക്കെ അല്ലെങ്കിൽ കാർ വർക്ക് സ്റ്റേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ ബേസ്ഡ് ആണ്. അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ? ഹൈഡ്രോളിക് ലിഫ്റ്റിൽ എങ്ങനെയാണ് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ വലിയ ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്ത് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാസ്കൽസ് ലോ. The pressure in a fluid at rest is the same at all points if they are in the same level or at same height. അപ്പോൾ നമുക്കറിയാം എല്ലാ ഹൈറ്റിൽ, ഫോർ എക്സാമ്പിൾ ഒരു എൻക്ലോസ്ഡ് ചേംബറിൽ നമ്മൾ എന്താണ് ഒരു പിന്നെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യില്ല, റെസ്റ്റിലാകുമ്പോൾ ഫ്ലൂയിഡ് കേസിൽ ഡെപ്ത് ഏത് ഡെപ്ത് നോക്കിയാലും ഷേപ്പും സൈസും എന്തും ആയിക്കോട്ടെ, കണ്ടെയ്നറിന്റെ ഏത് ഡെപ്തിൽ നോക്കിയാലും എന്തായിരിക്കും അതിന്റെ പ്രഷർ. അതായത് ഫോർ എക്സാമ്പിൾ 10 മീറ്റർ ഡെപ്ത് ആണെങ്കിൽ എല്ലാ 10 മീറ്ററിലും ഒരേ പ്രഷർ ആയിരിക്കും. ഈ 20 മീറ്റർ ഡെപ്ത് ആണെങ്കിൽ എല്ലാ 20 മീറ്ററിലും എന്തായിരിക്കും അതിന്റെ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ഫ്ലൂയിഡ് മാറ്റിക്കഴിഞ്ഞാൽ അതുപോലെ പ്രഷർ മാറും. കാരണം ഡെൻസിറ്റിയും ഹൈറ്റും ഗ്രാവിറ്റിയാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്കൽസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫ്ലൂയിഡ് റെസ്റ്റ് ആണെങ്കിൽ, അതായത് ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് ഉണ്ട് എങ്കിൽ അല്ലെ എല്ലാ ഡെപ്ത്, ഹൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഡെപ്തിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മുകളിൽ താഴേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അളക്കുന്നത്. അപ്പോൾ എല്ലാ ഡെപ്തിലും എന്തായിരിക്കും സെയിം ഡെപ്ത് ആകുമ്പോൾ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. Second one, principle of transmission of pressure in fluids. Pressure applied to a enclosed fluid will be transmitted equally and undiminished to every part of the fluid and to the wall of the container. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഓഫ് പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വാക്ക് ഈക്വലി ആൻഡ് അൺഡിമിനിഷ്ഡ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ എൻക്ലോസ്ഡ് ഫ്ലൂയിഡിൽ ഒരു പോയിന്റിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും ആ പ്രഷർ തന്നെ ഈക്വൽ ആയിട്ടും ഒട്ടും കുറയാതെ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ചെറിയൊരു ഭാഗത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് വലിയ ഭാഗത്ത് കളക്ട് ചെയ്യണം. പാസ്കൽസ് ലോന്റെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്സ് പ്രകാരം എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, അതായത് ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ പോയിന്റിലും ഈക്വൽ ആയിട്ട് ഒട്ടും കുറയാതെ എന്ത് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ക്ലോസ്ഡ് ക്യാവിറ്റി ആണ്, അതിലൊരു പ്രഷർ, നമ്മൾ ഒരു ഭാഗത്ത് പ്രഷർ കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും കണ്ടോ അതിൽ വാട്ടർ റൈസ് ചെയ്യുന്ന ഒരേപോലെ റൈസ് ചെയ്യുന്നത്. കാരണം എല്ലാ പോയിന്റിലും എന്തായിരിക്കും പ്രഷർ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, എല്ലാ നോബിലൂടെയും എന്താണ് വാട്ടർ മുകളിലേക്ക് വരുന്ന പറയും. അതിനർത്ഥം എല്ലാ ഭാഗത്തും എന്താണ് ഈ ട്രാൻസ്മിഷൻ ഓഫ് എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ്, ഹൈഡ്രോളിക് പാരഡോക്സ്. In the case of connected system of vessels, the level of the liquid in all vessels is the same though they hold different amounts of water. This is called hydraulic paradox. This means the absolute pressure at a point depends only on the height of the fluid column and not the shape and cross-section area of the കണ്ടെയ്നർ. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, എങ്കിൽ കൂടി നമുക്ക് ആ ഫിഗർ നോക്കി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ആ ഫിഗറിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ആണ്, പക്ഷെ അതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വാട്ടറിന്റെ വോളിയം ഡിഫറെൻ്റ് ആണ്, പക്ഷെ എല്ലാ ഇതിലും എന്തായിരിക്കും ഒരേ ലെവലാണ് വാട്ടർ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഭാഗത്തൂടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എല്ലാ കണ്ടെയ്നറിലും ഒരേ ലെവലിലാണ്, ഒരേ ഹൈറ്റിലാണ് എന്താ വാട്ടർ റൈസ് ചെയ്യുള്ളൂ. അല്ലാതെ വോളിയം കണ്ടെയ്ൻ കൊണ്ട് വോളിയം കുറേ അവിടെ ഉണ്ട് കൊണ്ട് ഒരുപാട് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൗൺ ചെയ്യുകയോ ചെയ്യില്ല. എല്ലാ ഭാഗത്തൂടെയും ഒരേപോലെ എന്താണ് റൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ആ ഫസ്റ്റ് പഠിച്ച പ്രഷറിന്റെ ഹൈഡ്രോളിക് പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്കിനൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്ലൂയിഡ് പ്രഷറിന്റെ ഇക്വേഷൻ തന്നെയാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, ഹൈറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, റോയും ഗ്രാവിറ്റിയും അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, അതിൽ വാട്ടർ എത്രമാത്രം വാട്ടർ ഉണ്ട്, വോളിയം ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പാസ്കൽസ് ലോ വെച്ച് പറയാം PQR അതെല്ലാം ഒരേ ഹൈറ്റ് ആണ്. അപ്പോൾ PQ അല്ലെങ്കിൽ ഒരേ ഡെപ്ത് ആണെന്ന് പറയാം. അപ്പോൾ PQRന് എല്ലാവരും എന്തായിരിക്കും പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതേപോലെ EFGയിൽ എന്തായിരിക്കും, EFG ഒരേ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരേ ഡെപ്ത് ആണ്. അപ്പോൾ EFGയിൽ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ എഫും പിയിലും പ്രഷർ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. PQRൽ സെയിം ആയിരിക്കും, EFGയിൽ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. Next, hydraulic lift. Hydraulic lift is a force multiplying device
which is working on the basis of Pascal's law. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം ഈ ഹൈഡ്രോളിക് ലിഫ്റ്റും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് ബർണോളിസ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മിക്ക കൺസെപ്റ്റിലും നമ്മൾ പറയും ഈസ് വർക്കിംഗ് ഓസ് ബേസ്ഡ് ഓൺ ബർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ ആണ്. അപ്പോൾ പഠിച്ചു പോകുന്നത് മാറിപ്പോകരുത്, ഇത് പ്രത്യേകം എടുത്ത് നോക്കേണ്ടതാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ ഈ ചാപ്റ്ററിൽ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ ബർണോളിസ് എന്ന് പറയും. കാരണം ബർണോളിസ് ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ ഇത് മറന്നു പോകരുത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ത് ചെയ്യുന്നത് പാസ്കൽസ് ലോന്റെ വർക്കിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. Let a small force F1 is applied on a piston of base area A1 by Pascal's law. നമുക്കറിയാം F1 A1, അപ്പോൾ ചെറിയ ഏരിയയാണ് A1. അവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തു F1, നമുക്ക് വാങ്ങേണ്ടത് A2 ആണ്, വലിയ ഏരിയ ആണ്. അപ്പോൾ പാസ്കൽസ് ലോ പ്രകാരം നമുക്കറിയാം P is equal to F1 A1 is equal to F2 A2. കാരണം നമ്മൾ ഒരു പോയിന്റിൽ ഫോഴ്സ് കൊടുത്തു, അത് എല്ലാ പോയിന്റിലും അതേ ഫോഴ്സ് കിട്ടും. അപ്പോൾ A1 എന്ന ഏരിയയിലെ ഫോഴ്സും A2 ഏരിയയിലെ ഫോഴ്സും ഡിഫറെന്റ് ആണെങ്കിൽ തന്നെ പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം F1 A1 ഈക്വൽ ടു F2 A2 കൊടുക്കാം. കാരണം പാസ്കൽസ് ലോ പ്രകാരം ഒരേ ഹൈറ്റിലാകുമ്പോൾ ഒരു രണ്ട് പോയിന്റിലും ഒരേ ഹൈറ്റ് ആണെങ്കിൽ രണ്ട് ഭാഗത്തും പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ F1 A1 ഈക്വൽ ടു F2 A2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ F2 is equal to A2 by A1 F1 കിട്ടും. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ കൊടുത്ത ഫോഴ്സ് ആണ്, F2 കിട്ടുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കി അറിയാം, A2 എന്ന് പറയുന്നത് വലുതും A1 എന്ന് പറയുന്നത് ചെറുതുമാണ്. അപ്പോൾ A2 by A1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആവും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അതിനർത്ഥം കൊടുക്കുന്ന ഫോഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് F2 കിട്ടുന്നത്. അതായത് നമ്മൾ ചെറിയ ഫോഴ്സ് ആണ് കൊടുത്തെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന വലിയ ഫോഴ്സ് ആണ്. കാരണം A2 by A1 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ആണ്. അപ്പോൾ നമുക്കറിയാം A2 by A1 is called ഫോഴ്സ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഓർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, വലിയൊരു ഭാഗത്ത് ഫോഴ്സ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു ഭാഗത്ത് ഫോഴ്സ് കൊടുക്കുന്നു, ആ പോയിന്റിലെ പ്രഷറും വാങ്ങുന്ന പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ പ്രഷർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ F1 A1 equal to F2 ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, A1 ചെറുതും A2 വലുതുമാണ്. അപ്പോൾ A2 by A1 എന്ന ഫാക്ടർ 1നെക്കാളും കൂടും. അപ്പോൾ A2 വലുതാക്കുകയും A1 വളരെ ചെറുതാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F2 കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് നമുക്ക് വലിയ ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ കാർ വർക്ക്ഷോപ്സിലൊക്കെ നമ്മൾ ചെറിയ പിസ്റ്റൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, കൈയോട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വലിയ കാറുകൾ പൊങ്ങുന്നതിന് കാരണം ഇതുകൊണ്ടാണ്. കാരണം എന്താണ്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ആപ്ലിക്കേഷൻ, നമ്മൾ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിലൊക്കെ ഇതേ പവർ സ്റ്റിയറിംഗിലൊക്കെ ഇതേ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്രേക്ക് പെഡലിൽ ചെറിയൊരു ഫോഴ്സേ കൊടുക്കുള്ളൂ, പക്ഷെ ആ ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫാസ്റ്റിൽ ഓടുന്ന ടയറിനെ അത് ജാം ചെയ്യുന്നത്. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ നിന്ന് പാസ്കൽസ് ലോ ആണ്. അപ്പോൾ പാസ്കൽസ് ലോയും ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ശരിക്കും മനസ്സിലാക്കി വെക്കാം. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ന്യൂമറിക്കൽസ് എന്ത് ചെയ്യും വരും, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ആംപ്ലിഫൈയിങ് ഫാക്ടർ എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ഇങ്ങനെ ഏരിയ ആണെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു. ഇഫ് ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ടു കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.